നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇത്ര കാലമായിട്ട്, അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ആൾക്കാർ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള റിസർച്ച് നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കും ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സംഭവത്തിന് ഏകദേശം 4580 വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ആർക്കിയോളജിക്കൽ ഡാറ്റയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. 146 മീറ്റർ ഉയരവും ഇതിന്റെ പ്ലാറ്റ്ഫോമിന് മാത്രം 13 ഏക്കറോളം വലിപ്പമുണ്ട്. അതോടൊപ്പം ആ കാലത്ത് 23 ലക്ഷം കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഓരോ കട്ടയ്ക്ക് 2 to 80 ടൺ വരെ ഭാരം വരുന്നുണ്ട്. അതോടൊപ്പം ഇതിന്റെ സ്ലോപ്പ് ആംഗിൾ എന്ന് പറയുന്നത് വളരെ 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 അക്യുറേറ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ, അതായത് ഒരു 2 നില വീടിന്റെ വലിപ്പത്തിലേക്കാണ് പണി തീർത്തെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. പക്ഷേ ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ പണി തീർത്തു, അതും ഇത്രയും അക്യുറസിയോടെ. അതോടൊപ്പം ഈ ഒരു സംഭവം ഭൂമിയുടെ ട്രൂ നോർത്തുമായിട്ട് 1/15 ഡിഗ്രി മാത്രമാണ് മിസ്അലൈൻഡ് ആയിട്ട് വരുന്നുള്ളൂ. പിരമിഡിന്റെ ലൊക്കേഷന്റെ ലാറ്റിറ്റ്യൂഡ് എടുത്തു നോക്കിയാലും സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ആ ഒരു വാല്യൂ എടുത്തു നോക്കിയാലും അതും ഒരേ നമ്പർ തന്നെയാണ്. അതോടൊപ്പം പിരമിഡിന്റെ ഹൈറ്റും അതിന്റെ ബേസിന്റെ റേഷ്യോ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സർക്കംഫറൻസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് പണി തീർക്കാൻ പറ്റി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി. ഒബ്വിയസ്ലി 4500ഓളം വർഷങ്ങൾക്ക് ശേഷവും ഇതെങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്തത് കൊണ്ടും ഈ മിസ്റ്ററികളെല്ലാം ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം തിയറികൾ പുറത്തേക്ക് വരും. എന്നാൽ പിരമിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ യാതൊരു പ്രശ്നമില്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെറും കോൺസ്പിറസി ആണ് എന്ന് പറഞ്ഞെടുക്കുന്നവരും ഉണ്ട്. ഇവിടെ ഇത്രയും ഭാരമുള്ള ഗ്രാനൈറ്റ് ഏകദേശം 800 കിലോമീറ്ററോളം അപ്പുറം കിടക്കുന്ന അസ്വാൻ എന്ന് പറയുന്ന ക്വറയിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തതെന്നോ, അതെങ്ങനെയാണ് ഇത്ര അധികം അക്യുറസിയോടെ ഒരു സ്ഥലത്ത് കൊണ്ടേ വച്ചതെന്നോ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകത്ത് ജീവിച്ചു വന്ന മറ്റുള്ള സിവിലൈസേഷൻസ് എഴുതാൻ പോലും പഠിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ഇവർ ഇത്രയും വലിയ മോണുമെന്റ് ഒക്കെ പണി തീർത്തിരിക്കുന്നത്. പിരമിഡ്സിനെ പറ്റിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സൈഡിൽ വരുന്ന ഒരുപാട് മിസ്റ്ററീസിനെ പറ്റി ഞാൻ പല വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പിരമിഡ് എന്നുള്ള ഈ ഒരു വലിയ സ്ട്രക്ചർ അവർക്ക് പണി തീർക്കാൻ പറ്റിയത്? ഈ ഒരു ചോദ്യം ഞാൻ പല വീഡിയോസിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള ഒരു പോസിബിൾ ഉത്തരം ഞാൻ ഇതുവരെ തന്നിട്ടില്ല. അതിന്റെ കാരണം വളരെയധികം സിമ്പിൾ ആണ്. പിരമിഡ്സ് എന്ന് പറയുന്നത് ജെനുവിൻലി വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഒരാൾക്കും യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരിക്കാം അവർക്ക് ആ ഒരു സ്ട്രക്ചർ പണി തീർക്കാൻ കഴിഞ്ഞത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള കലണ്ടർ നിർമ്മിച്ചത് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ആണ്. അതോടൊപ്പം മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം ഒരു ശരീരത്തെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കും അവരുടെ കൈവശം അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഏകദേശം ഒരു 4000ഓളം വർഷങ്ങൾ പഴക്കമുള്ള സർവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. അതും ഇവർ തന്നെ നിർമ്മിച്ചെടുത്ത സംഭവങ്ങളാണ്. അതോടൊപ്പം നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം ഉപയോഗിച്ച് ഭാരമുള്ള വസ്തുക്കളെ ചുവക്കാനുള്ള പല പല വിദ്യകളടക്കം ഒരുപാടധികം കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർ ചെയ്തു തീർത്ത പരിപാടികളാണ്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതേ കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വന്ന മറ്റുള്ള സിവിലൈസേഷൻസ് എഴുത്ത് വരെ ഡിസ്കവർ ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്താണ് ഇവർ ഇത്ര അധികം കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തത്. അതോടൊപ്പം ടുറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നൈൽ നദിയിലൂടെ ഒരുപാടധികം കല്ലുകളും ആ കാലത്തെ വഞ്ചികളും ഉപയോഗിച്ച് പിരമിഡിന്റെ ഔട്ടർ കേസിംഗ് ഉണ്ടാക്കാനുള്ള ലൈം സ്റ്റോൺസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ ആ ഒരു ഡാറ്റ ഡയറി ഓഫ് മിറർ എന്ന് പറയുന്ന ആ ഒരു കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഡയറിയിലൂടെ പറയുന്നത് എങ്ങനെയാണ് ഈ കല്ലുകളെല്ലാം ഇത്രയും ദൂരത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ പിരമിഡിന്റെ അടുത്തേക്ക് എത്തിച്ചത് എന്നാണ്. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ പിരമിഡ്സിനെ പറ്റിയിട്ടും ഈജിപ്ഷ്യൻസിനെ പറ്റിയിട്ടും നമുക്ക് അറിയാനുള്ള ഒരുപാടധികം ഡാറ്റകൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ എങ്ങനെയാണ് പിരമിഡ് പണി തീർത്തിരിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഡാറ്റ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കൈവശമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഒരുപാടായിരം വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രക്ചർ ആയിരുന്നു ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോമഡി എന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഈജിപ്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കൊത്തുപണിയായിട്ടും ഡാറ്റയുമായിട്ട് നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ
എങ്ങനെയാണ് ഇത് പണി തീർത്തത് എന്നതൊഴിച്ച് ബാക്കി എല്ലാം നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിരമിഡ് എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചു വരുന്ന 2 തിയറികളുണ്ട്. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു റാമ്പ് പോലത്തെ ഒരു സംഭവം പണി തീർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാനുവലായി ഓരോരോ കട്ടകൾ ഈ സ്ലോപ്പ് വഴി മുകളിലേക്ക് കയറ്റുകയും അതിനുശേഷം ഈ കട്ടകളെല്ലാം വളരെയധികം പ്രിസൈസ് ആയിട്ട് അടുക്കി വച്ചുണ്ടാക്കി തീർത്ത ഒരു സ്ട്രക്ചർ ആയിരിക്കാം ഇത് എന്നുള്ളതാണ് ആദ്യത്തെ തിയറി. ഈ തിയറി ശരിയാവണം എന്നുണ്ടെങ്കിൽ മാനുവൽ ലേബർ ഉപയോഗിച്ച് മാത്രം ഈ ഒരു കട്ട ഈ ഒരു സ്ലോപ്പ് വഴി മുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. ഇത് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള സിവിലൈസേഷൻസിനെ പോലെ ഇവർ ആനകളെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വേറെ കിടക്കുന്നു. അപ്പോ മനുഷ്യരുടെ കരുത്ത് ഉപയോഗിച്ച് മാത്രമാണ് ഈ കട്ടകളെല്ലാം മുകളിലേക്ക് എത്തിക്കേണ്ടത്. ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഈ കയറ്റത്തിന്റെ ആംഗിൾ ഒരിക്കലും കുത്തനെ നേരെ മുകളിലേക്ക് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും മാൻ പവർ ഉപയോഗിച്ച് ഈ കല്ലുകളെ നിരക്കി മുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോ ഒരു ഐഡിയൽ ആംഗിൾ എന്ന് പറയുന്നത് വെറും 7 ഡിഗ്രീസ് മാത്രമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അധികം സ്ലോപ്പ് ഇല്ലാത്ത ഒരു കയറ്റമായിരിക്കണം അന്ന് അവർ ഉപയോഗിച്ച് വരേണ്ടത്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുള്ള ഒരു റാം സിസ്റ്റം ഉണ്ടാക്കി വരികയാണെങ്കിൽ ആ റാം സിസ്റ്റത്തിന്റെ ലെങ്ത് മാത്രം 2 കിലോമീറ്റർ എങ്കിലും വരും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അത് പണി തീർക്കാൻ വേണ്ട റാമ്പിന്റെ നീളം മാത്രം 2 കിലോമീറ്റർ വേണ്ടി വരും. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ പിരമിഡ് പണിയുന്നതിലും ബുദ്ധിമുട്ടാണ് ആ റാമ്പ് പണി തീർക്കാൻ. അപ്പോ ആ ഒരു തിയറി ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ്. അപ്പോ ഇവർ അങ്ങനെയല്ല പണി തീർത്തിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് വേറൊരു മെത്തേഡ് വരുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പിരമിഡിന്റെ ചുറ്റും ഒരുപാടധികം സ്ലോപ്പുകൾ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ഈ സ്ലോപ്പുകളിലൂടെ കട്ടകളെല്ലാം നിരക്കി മുകളിലേക്ക് കയറ്റുകയും അതേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നു. ആ ഒരു തിയറിയാണ് പിന്നീട് വരുന്നത്. ഈ തിയറി പിന്നെയും ഓക്കെയാണ്, പക്ഷേ അവിടെ വലിയൊരു കുഴപ്പമുണ്ട്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പിരമിഡ് എന്ന് പറയുന്നത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ സൈഡിലത്തെ ആ ഒരു സ്ലോപ്പ് ഇല്ലേ, അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 51.9 ഡിഗ്രിയാണ്. കൃത്യം ആ ഒരു ആംഗിൾ ആണ്. അപ്പോ ആ ഒരു ആംഗിളിൽ ഇത്രയും വലിയൊരു സ്ട്രക്ചർ പണി തീർക്കണമെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും പോരാ. അതായത് പിരമിഡിന്റെ ഓരോരോ ലെയർ വെച്ച് പണിത് പോകുമ്പോഴും അതിന്റെ ആംഗിൾ ശരിയാണോ എന്ന് നോക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പിരമിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു ആംഗിൾ കറക്റ്റ് ചെയ്ത് പണിയണമെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു പിരമിഡിന്റെ സർഫസ് വേണം. എന്നാൽ മാത്രമാണ് അത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് രണ്ടാമത്തെ തിയറിയുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ ചുറ്റിനും ഒരുപാട് റാമ്പുകളൊക്കെ പണി തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന്റെ ആംഗിൾ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇവിടെ റാമ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു സ്ട്രക്ചർ അല്ല. നേരെ മറിച്ച് പിരമിഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലൈം സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ലില്ലേ, അത് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് റാമ്പ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് ഇത്ര അധികം ഭാരമുള്ള കട്ടകളെല്ലാം, അതും കണക്ക് പ്രകാരം 2 to 80 ടൺ ഭാരം വരുന്ന 23 ലക്ഷം കട്ടകൾ പോവേണ്ട ഒരു റാമ്പാണ് ശരിക്കും അത്. അപ്പോ അത് മരം കൊണ്ട് ഉണ്ടാക്കി തീർത്താൽ അത് ശരിയാവില്ല, പിടിച്ചു നിൽക്കില്ല അത്. അതുകൊണ്ട് തന്നെ ഇവ പിരമിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് ശരിയാവുള്ളൂ. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. പിരമിഡിന്റെ ചുറ്റും ലൈം സ്റ്റോൺസും കൊണ്ട് ഉണ്ടാക്കിയ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ചുറ്റും സ്പൈറൽ ചെയ്തവർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും ആ ഒരു ആംഗിൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഒരു സ്യൂഡോ സയൻസും കാര്യങ്ങളൊന്നല്ല. ഇത് ശരിക്കുമുള്ള ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം ആണ്. അപ്പോ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് ഇത്ര അധികം അക്യുറേറ്റ് ആയിട്ടുള്ള ആംഗിൾ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ ഇതേ പ്രോബ്ലം തന്നെ ആദ്യത്തെ മെത്തേഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ മെത്തേഡിന്റെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പറയുന്ന 2 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു റാമ്പൊക്കെ ഉണ്ടാക്കി നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ആ ഒരു റാമ്പ് അവർ പൊളിച്ചു കളയണ്ടേ? ഇത്രയും വലിയൊരു സംഗതി പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളുടെ എന്തെങ്കിലും തുമ്പ് അവിടെ എവിടെയെങ്കിലും കാണണ്ടേ? ഇത്രയും വർഷങ്ങൾ നീണ്ടു നിന്ന ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതി വളരെയധികം മിസ്റ്റീരിയസ് ആണ്. ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് പോലും ഈ ഒരു സംഗതി പണി തീർക്കാൻ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടും. അത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ് ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. ഈ ലോകത്ത് കണ്ടുവരുന്ന പലതരത്തിലുള്ള പിരമിഡിക്കൽ സ്ട്രക്ചേഴ്സ് ഞങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരാം.
നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ പിരമിഡുകൾക്കെല്ലാം കോമൺ ആയിട്ട് ഒരു ഫീച്ചർ ഉണ്ട്. ഒരു പിരമിഡിന്റെ തലഭാഗം ഇതുപോലെ കൂർത്തിട്ടായിരിക്കില്ല, അതായത് ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കില്ല. പക്ഷെ ഗ്രേറ്റ് പിരമിഡിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ലോകത്തുള്ള ബാക്കിയുള്ള പിരമിഡുകൾക്കൊന്നും ഈ തലഭാഗം ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഗതി പണി തീർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ കാരണം ഇതിന്റെ തലഭാഗം പണി തീർക്കാനുള്ള ആ ഒരു ഏരിയ, ആ ഒരു സ്ഥലം വളരെയധികം കുറവാണ്. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പിരമിഡിന് ചുറ്റും കണ്ടുവരുന്ന ഒരു റാം സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ പിരമിഡ് പണിതിരിക്കുന്നതെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ പിരമിഡിന്റെ മുകൾ ഭാഗം വരെ മാത്രമാണ് പണിയാൻ പറ്റുള്ളൂ. അതിന്റെ ആ ഒരു തലഭാഗം അവർക്ക് പണിയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? ഇവിടെ ആ ഒരു റാം സിസ്റ്റം ചുറ്റി 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 മുകളിലേക്ക് പോകും തോറും അതിന്റെ ആ ഒരു ഏരിയ, അതിന്റെ ആ ഒരു സ്ഥലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ലുകളെല്ലാം മുകളിലേക്ക് എത്തിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതേ പ്രശ്നം തന്നെയാണ് 2 കിലോമീറ്ററോളം നീളമുള്ള ആ ഒരു സ്ട്രെയിറ്റ് റാമ്പിനും ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ ലോകത്ത് കണ്ടുവരുന്ന മറ്റുള്ള സിവിലൈസേഷൻസ് എല്ലാം ഈ തലഭാഗം ഒഴിച്ച് ബാക്കിയുള്ള പിരമിഡ് മാത്രം പണി തീർത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുറത്തുകൂടി ചുറ്റി പോകുന്ന ആ ഒരു റാം സിസ്റ്റത്തിനോടൊപ്പം തന്നെ വേറൊരു തിയറിയും കൂടി ഉണ്ട്. അതായത് ചിലപ്പോ ഈ റാം സിസ്റ്റം ഇല്ലേ, അത് പിരമിഡിന്റെ പുറത്തായിരിക്കില്ല, പകരം പിരമിഡിന്റെ അകത്തായിരിക്കും എന്നുള്ളൊരു തിയറിയും കൂടിയുണ്ട്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ലൈറ്റ് ഹൗസിന്റെ അകത്തുള്ള സ്റ്റെപ്പുകളില്ലേ, അത് വെറുതെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പൊ ഓരോ സ്റ്റെപ്പ് പണിയും തോറും നിങ്ങൾ ഓരോരോ കട്ടകൾ ഇങ്ങനെ വച്ചു പോകുന്നുണ്ട്, നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഈ പിരമിഡ് മുകളിലേക്ക് പോകും തോറും അതിന്റെ അകത്തുള്ള ആ ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സംഭവം, അതായത് റാമ്പ് പോലത്തെ ഒരു സ്ലോപ്പ് പോലത്തെ ഒരു സംഭവം അകത്തോടെ ഇങ്ങനെ പണി തീർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പണിതാണ് ഈ പിരമിഡ് മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു തിയറിയും കൂടിയുണ്ട്. അങ്ങനെ അവസാനം പിരമിഡ് എങ്ങനെയാണ് പണി തീർത്തിരിക്കുന്നത് എന്നതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നപ്പോഴാണ് 2015 ഇടുത്തി വീഴുന്ന പോലെ പുതിയൊരു പഠനം പുറത്തേക്ക് വരുന്നത്. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇവർ പിരമിഡിന്റെ ഒരു എക്സ്റേ അങ്ങോട്ട് എടുത്തു. അതായത് പിരമിഡിന്റെ അകത്ത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വളരെയധികം ക്ലിയർ ആയിട്ട് ഇവർക്ക് അന്ന് കാണാൻ പറ്റി. അതിലൂടെ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഗ്രാൻഡ് ഗാലറി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ തൊട്ട് മുകളിൽ വലിയൊരു വോയിഡ്, വലിയൊരു പൊള്ളയായിട്ടുള്ള സ്ഥലം അവർ കണ്ടെത്തി. അതായത് അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ പിരമിഡിന്റെ അകത്ത് കൂടെ ഒരു റാമ്പ് പോലത്തെ പരിപാടി ഉണ്ടാക്കിയിട്ടാണ് പിരമിഡ് പണിതെങ്കിൽ ഈ എക്സ്റേയിലൂടെ അവർക്ക് ആ റാമ്പിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സൂചനയെങ്കിലും കാണാം. കാരണം ആ റാമ്പിന്റെ നീളം മാത്രം എങ്ങനെ പോയാലും 1 കിലോമീറ്ററിന് മുകളിലുണ്ടാവും. പക്ഷെ 2015 നടത്തി വന്ന മ്യൂൺ ടോമോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു പരിപാടി കൊണ്ട് അവർക്ക് അങ്ങനത്തെ യാതൊരു സംഭവം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടെ വർഷങ്ങളായിട്ട് പിരമിഡ് എങ്ങനെയാണ് പണി തീർത്തത് എന്നതിന്റെ ആ ഒരു തിയറി പയ്യെ ലൂസ് ആവാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു സംഭവം പണി തീർത്തിരിക്കുന്നത്? അതിനെപ്പറ്റി അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ ഞാൻ കാണാൻ ഇടയായത്. അപ്പോൾ ആ ഒരു തിയറിയും കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലോറ കേവ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഇത് പണി തീർക്കാൻ ഉപയോഗിച്ച മെത്തേഡിന്റെ പേര് നെഗറ്റീവ് കൺസ്ട്രക്ഷൻ ടെക്നിക് എന്നുള്ളതാണ്. അതായത് സാധാരണ ഒരു വീട് പണിയുകയാണെങ്കിൽ അത് ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും പണിയുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കൺസ്ട്രക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു വലിയൊരു പീസ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പാറക്കല്ലുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അകത്തുനിന്ന് ഞാനിപ്പോ ഈ ഒരു വീട് കൊത്തിയെടുത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കൺസ്ട്രക്ഷൻ ടെക്നിക് എന്നായിരിക്കും പറയുന്നത്. എന്നാൽ ഇതേ സംഭവം തന്നെയാണ് എല്ലോറ കേവ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു വലിയൊരു മലയായിരുന്നു. അപ്പോ ആ മല കൊത്തിയെടുത്തുണ്ടാക്കിയ ഒരു ടെമ്പിൾ ആണ് ശരിക്കും എല്ലോറ കേവ്സ് എന്ന് പറയുന്നത്. കണക്കുകൾ പ്രകാരം 2 ലക്ഷം ടൺ കല്ലുകളാണ് എല്ലോറ കേവ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പോ ഇതേ ഒരു ഐഡിയോളജി, അതായത് നെഗറ്റീവ് കൺസ്ട്രക്ഷൻ ടെക്നിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ പിരമിഡ് പണി തീർത്തിരിക്കുന്നത്. നമുക്കിപ്പോ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഡാറ്റയാണ് പിരമിഡിന്റെ സൈഡ് വശം വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രെയിറ്റ് റാമ്പ് ഉപയോഗിച്ച് ചുറ്റിനുമുള്ള റാമ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ പിരമിഡിന് ചുറ്റും വളരെയധികം റഫായിട്ട് ഒട്ടും തന്നെ ഷേപ്പിലാണ്ട് പലതരത്തിലുള്ള റാമ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഈ റാമ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കുത്തനെയുള്ള കയറ്റം വഴിയല്ല, വളരെയധികം സ്ലൈറ്റ് ആയിട്ടുള്ള സ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ പുറത്തുള്ള ആ റാമ്പ് പോലത്തെ സ്ട്രക്ചറുകളെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് ആ ഒരു പിരമിഡ് മാത്രം അവർ നിലനിർത്തിയതായിരിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
അപ്പോൾ ആ ഒരു ഐഡിയ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതിലൂടെ വേറൊരു വലിയ ചോദ്യം അവിടെ ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ പിരമിഡ് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഗിസ പ്ലാറ്റോയിൽ കണ്ടുവരുന്ന പിരമിഡുകൾ മറ്റുള്ള സ്ട്രക്ചേഴ്സിന്റെ ഭാരം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മെത്തേഡിലൂടെ പണി തീർത്തതിന് ശേഷം ബാക്കി വരുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ഗിസ പ്ലാറ്റോയിൽ കണ്ടുവരുന്ന മറ്റുള്ള പിരമിഡുകളും മറ്റുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പണി തീർത്തിരിക്കുന്നത്. അതായത് കറക്റ്റ് ആ വെയിറ്റിലുള്ള സംഭവങ്ങൾ ആ പ്ലാറ്റോയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് എനിക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഞാനിപ്പോ ഈ പറഞ്ഞത് പ്രൂവൺ ആയിട്ടുള്ള ഒരു തിയറി അല്ല, ഒരു അസംഷൻ മാത്രമാണ്, ജസ്റ്റ് ഒരു തിയറി, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. ഇവിടുത്തെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പോഴും ഹൈപ്പോത്തസിസും തിയറിയും മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സംഗതി പണി തീർത്തിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രത്തെയും ഡാറ്റയും മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. ഇവിടെ പിരമിഡിന്റെ കൺസ്ട്രക്ഷൻ രീതികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള നിരവധി ഒരുപാട് മിസ്റ്ററീസ് പിരമിഡിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ പിരമിഡ് അന്യഗ്രഹ ജീവികൾ ഉണ്ടാക്കി വിട്ട ഒരു സംഭവമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ശരിക്കും ട്രൂലി മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.